നമസ്തേ. അടിസ്ഥാന പാഠാവലിയിലെ പ്രകാശം പരത്തുന്നവർ എന്ന 3ാമത്തെ യൂണിറ്റിലെ ഗുരുപ്രസാദം എന്ന പാഠമാണ് നാം ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഥകളി ലോകത്തെ അനശ്വര പ്രതിഭയായ കലാമണ്ഡലം കൃഷ്ണൻ നായർ തന്നെ കഥകളി ലോകത്തേക്ക് കൈപിടിച്ചു നടത്തിയ ഗുരു ചന്തുപണിക്കരെ കാണാനെത്തിയതും ഉയരങ്ങളിലെത്തട്ടെ എന്ന് അദ്ദേഹം അനുഗ്രഹിച്ചതുമെല്ലാം ഓർമ്മിക്കുകയാണ് ഈ പാഠത്തിലൂടെ. നമുക്ക് പാഠത്തിന്റെ ഇതുവരെയുള്ള ആശയം നോക്കാം. കൃഷ്ണൻ നായർ ആശ്രിതനായി താമസിച്ചിരുന്ന വാരണക്കോട്ടേക്ക് മഹാകവി വള്ളത്തോളിന്റെ എഴുത്തു വന്നു. കലാമണ്ഡലം തുടങ്ങുകയാണെന്നും കൃഷ്ണൻ നായരെ അങ്ങോട്ട് അയക്കണമെന്നുമായിരുന്നു കത്തിന്റെ ഉള്ളടക്കം. എന്നാണ് പോകാൻ ഉദ്ദേശിക്കുന്നതെന്ന് വാരണക്കോട്ടെ കാരണവർ ചോദിച്ചപ്പോൾ ഉടൻ തന്നെയെന്ന് കൃഷ്ണൻ നായർ പറഞ്ഞു. ആദ്യ ഗുരുവായ ചന്തുപണിക്കരോട് ഈ വിവരം പറയാനായി കൃഷ്ണൻ നായർ അദ്ദേഹത്തിന്റെ വീട്ടിലെത്തി. ഗുരുനാഥൻ ചായക്കടയിലുണ്ടെന്ന ഗുരുപത്നിയുടെ വാക്കുകേട്ട് കൃഷ്ണൻ നായർ ചായക്കടയിലേക്ക് പോയി. ചായക്കടയിൽ ഗുരുനാഥൻ ജോലി ചെയ്യുന്നത് കണ്ട കൃഷ്ണൻ നായർക്ക് വിഷമമായി. ഗുരുവിന്റെ ഈ അവസ്ഥ കണ്ട് കൃഷ്ണൻ നായർ കരഞ്ഞു പോവുകയാണ്. നമുക്ക് പാഠത്തിന്റെ ബാക്കി ഭാഗം നോക്കാം. കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഗുരുനാഥൻ വന്നു. എന്നെ കണ്ടപ്പോൾ നീ എന്തിനാ കരയുന്നത് എന്ന് ചോദിച്ചു. ഒന്നുമില്ല എന്നു മാത്രം ഞാൻ പറഞ്ഞു. അദ്ദേഹത്തിന് കാര്യം മനസ്സിലായി. ഒരു തത്വജ്ഞാനിയുടെ മട്ടിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, തത്വജ്ഞാനി എന്നാൽ ബ്രഹ്മജ്ഞാനമുള്ളവൻ, അതായത് എല്ലാറ്റിനെക്കുറിച്ചും അറിവുള്ളവൻ. മനുഷ്യനായി കർമ്മഭൂമിയിൽ ജനിച്ചാൽ കർമ്മം ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കർമ്മമാണ്, അത് വിധിയാണ്. വിധിയുടെ കൽപ്പന മാറ്റാൻ ആരാലും സാധ്യമല്ല. വാരണക്കോട്ടു നിന്ന് വന്നതിനു ശേഷം മറ്റു ജീവിത മാർഗമൊന്നും കണ്ടില്ല. ഇങ്ങനെ ഒരു ഉപായമാണ് തോന്നിയത്. ഉപായം എന്നാൽ പോംവഴി, മാർഗം. അത് വിധി കൽപ്പിതമല്ലേ? 12 കൊല്ലക്കാലം താഴേക്കാട്ടുമനയിൽ ഗുരുനാഥനായ ഈശ്വരമേനോന്റെ കീഴിൽ ഞാൻ അഭ്യാസം നടത്തി. അദ്ദേഹം സന്തുഷ്ടനായി എന്നെ അനുഗ്രഹിച്ചാണ് പറഞ്ഞയച്ചത്. ഈ നാട്ടിലാണെങ്കിൽ കഥകളിയില്ല. കഥകളിയല്ലാതെ മറ്റൊന്നും ഞാൻ പഠിച്ചിട്ടുമില്ല. അപ്പോൾ ജീവിക്കാൻ എന്തെങ്കിലും വേണ്ടേ? തളിപ്പറമ്പിലും വാരണക്കോട്ടും ഞാൻ കഥകളി പഠിപ്പിച്ചു. കുറെ ശിഷ്യന്മാരുമുണ്ടായി. അവരുടെയും ഗതി മിക്കവാറും ഇതുതന്നെയാണ്. വടക്കേ മലബാറിൽ കഥകളി കൊണ്ട് മാത്രം ജീവിക്കുവാൻ പ്രയാസമാണ്. അതാണ് ഇപ്പോൾ ഈ ചായക്കട തുടങ്ങിയിരിക്കുന്നത്. ഇങ്ങനെ കുറെ അധിക നേരം അദ്ദേഹം സംസാരിച്ചു. സംസാരമെല്ലാം കഴിഞ്ഞപ്പോഴേക്കും ഏതാണ്ട് 3 മണിയായി. അപ്പോഴാണ് ഞാൻ വന്ന കാര്യം ഗുരുനാഥനോട് പറഞ്ഞത്. കലാമണ്ഡലത്തിലേക്ക് മഹാകവി വിളിച്ച കാര്യം അന്ന് ചിറക്കൽ വെച്ച് ഞാൻ പറഞ്ഞല്ലോ. ഇപ്പോൾ അവിടുന്ന് എഴുത്തു വന്നിട്ടുണ്ട്. 2 ദിവസം കഴിഞ്ഞ് പോകാനാണ് എഴുന്നള്ളിയെടുത്തുന്നതിന്റെ കൽപ്പന. ഗുരുനാഥന്റെ അനുവാദവും ആശീർവാദവും വാങ്ങിക്കാനാണ് ഞാൻ വന്നത്. കുറച്ചു നേരത്തേക്ക് അദ്ദേഹം മറുപടിയൊന്നും പറഞ്ഞില്ല. തെല്ലുനേരം കഴിഞ്ഞ്, ആ പോയി, നീയെങ്കിലും നന്നായി വാ. എനിക്ക് വളരെ ശിഷ്യന്മാരുണ്ടെങ്കിലും നീയാണെൻ്റെ പ്രിയപ്പെട്ട ശിഷ്യൻ. അന്ന് നിന്റെ കാല് പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഇത്രയും കേട്ടപ്പോൾ ഞാൻ പൊട്ടിക്കരഞ്ഞു പോയി. അദ്ദേഹം എന്നെ അടുത്തു പിടിച്ചു നിർത്തി കണ്ണു തുടച്ചിട്ട്, കരയണ്ട, ഞാനന്ന് പറഞ്ഞതുപോലെ മോരിലെ വെണ്ണ കണക്ക് നീ എന്നും കഥകളിയുടെ മുകളിൽ തന്നെ കിടക്കും. നീ പ്രശസ്തനായി വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. ഞാൻ അദ്ദേഹത്തിന്റെ പാദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചു. ഹൃദയം നിറഞ്ഞ സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി എന്നെ അനുഗ്രഹിച്ച ശേഷം ഗുരുനാഥൻ പറഞ്ഞു, നീ എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ കണ്ട് വിഷമിക്കേണ്ട. കാനായിൽ വേങ്ങയിൽ നായനാരുടെ വക ഒരു അഭ്യാസ കളരി തുടങ്ങുന്നുണ്ട്. അത് നടത്തുന്നതിന് എന്നെയാണ് നിശ്ചയിച്ചിരിക്കുന്നത് എന്ന് കർണാകർണികയാ ഞാൻ അറിഞ്ഞു. കർണാകർണികയ എന്ന് പറഞ്ഞാൽ ചെവിക്കു ചെവിയായി പറഞ്ഞറിയിക്കുക. അത് അടുത്തു തന്നെ തുടങ്ങും. അപ്പോൾ എൻ്റെ ഇപ്പോഴത്തെ വിഷമങ്ങളെല്ലാം തീരും. നീ സന്തോഷത്തോടെ പോയിക്കൊള്ളൂ. ഗുരുനാഥനോടും ഭാര്യയോടും യാത്ര പറഞ്ഞ് ഞാൻ ഇറങ്ങി. അദ്ദേഹം പടിക്കൽ വരെ എൻ്റെ കൂടെ വന്നു. ഞാൻ മറയുന്നതുവരെ അദ്ദേഹം
നിർനിമേഷനായി അവിടെ നോക്കി നിന്നിരുന്നു. നിർനിമേഷം എന്നാൽ കണ്ണടയ്ക്കാതെ. ആ രംഗം ഇന്നും ഞാൻ ഓർമ്മിക്കുന്നു. കലാമണ്ഡലം കൃഷ്ണൻ നായർ, എൻ്റെ ജീവിതം അരങ്ങിലും അണിയറയിലും. പാഠത്തിൻ്റെ ആശയം നോക്കാം. ഗുരുവിൻ്റെ ദയനീയാവസ്ഥ കണ്ട് കരയുന്ന കൃഷ്ണൻ നായരെ ഗുരു ചന്തുപണിക്കർ ആശ്വസിപ്പിക്കുന്നു. മനുഷ്യനായി കർമ്മഭൂമിയിൽ ജനിച്ചാൽ കർമ്മം ചെയ്യണം. ഇന്ന് ഞാൻ ചെയ്യുന്നത് ഒരു കർമ്മമാണ്, അത് വിധിയാണ് എന്ന് പറഞ്ഞാണ് ഗുരുനാഥൻ ആശ്വസിപ്പിച്ചത്. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? കഥകളി വേഷക്കാരനെന്ന നിലയ്ക്ക് പ്രശസ്തനായ വ്യക്തിയാണ് ചന്തുപണിക്കർ. കൃഷ്ണൻ നായരുടെ പ്രിയങ്കരനായ ഗുരുവാണ് അദ്ദേഹം. അദ്ദേഹത്തിന് ശിഷ്യനെയും ഏറെ ഇഷ്ടമായിരുന്നു. കഥകളിയിൽ ഒന്നാമനാണെങ്കിലും അക്കാലത്ത് അന്നാട്ടിൽ കഥകളിക്ക് വേണ്ടത്ര പ്രാധാന്യമില്ലാതിരുന്നതിനാൽ കുടുംബം പുലർത്താൻ ചന്തുപണിക്കർക്ക് മറ്റു മാർഗങ്ങൾ അന്വേഷിക്കേണ്ടി വന്നു. വീടിനടുത്ത് ഒരു ചായക്കട തുടങ്ങാൻ അദ്ദേഹം തീരുമാനിച്ചു. ആ വരുമാനം കൊണ്ട് കുടുംബം പുലർത്തി. അധികം വൈകാതെ തൻ്റെ നില മെച്ചപ്പെടുമെന്ന് അദ്ദേഹം പ്രത്യാശിച്ചിരുന്നു. മികച്ച ഗുരുവും കലാകാരനുമാണ് അദ്ദേഹമെന്ന് കൃഷ്ണൻ നായരുടെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാം. വള്ളത്തോളിൻ്റെ കത്തിൻ്റെ കാര്യമറിഞ്ഞപ്പോൾ ചന്തുപണിക്കർക്ക് സന്തോഷമായി. അദ്ദേഹം പറഞ്ഞു, പോയി നീയെങ്കിലും നന്നായി വാ. എനിക്ക് വളരെ ശിഷ്യന്മാരുണ്ടെങ്കിലും നീയാണ് എൻ്റെ ശിഷ്യൻ. അന്ന് നിന്റെ കാല് പൊട്ടിയപ്പോൾ ഞാൻ പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഗുരുനാഥൻ ശിഷ്യനെ ചേർത്തു നിർത്തി പറഞ്ഞു, ഞാനന്ന് പറഞ്ഞതുപോലെ മോരിലെ വെണ്ണ കണക്ക് നീ എന്നും കഥകളിയുടെ മുകളിൽ തന്നെ കിടക്കും. നീ പ്രശസ്തനായി വളരെ കാലം ജീവിച്ചിരിക്കട്ടെ. എന്താണ് ഈ വരികൾ കൊണ്ട് അർത്ഥമാക്കുന്നത്? വെണ്ണയ്ക്ക് ഭാരം കുറവാണ്. മോരിലെ വെണ്ണ എപ്പോഴും പൊങ്ങിക്കിടക്കും. ഗുരുഭക്തിയും എളിമയുമുള്ള കൃഷ്ണൻ നായർ എന്നും കഥകളി ലോകത്ത് ഉന്നത സ്ഥാനത്ത് നിലനിൽക്കും എന്നാണ് ഈ വാക്കുകളുടെ അർത്ഥം. ഗുരുവിൻ്റെ ആശീർവാദം ഏറ്റുവാങ്ങിയ കൃഷ്ണൻ നായർ കരഞ്ഞുകൊണ്ട് ഗുരുവിനെ നമസ്കരിക്കുന്നു. തൻ്റെ അവസ്ഥ ഉടനെ മാറുമെന്ന് പറഞ്ഞ് ഗുരുനാഥൻ ശിഷ്യനെ ആശ്വസിപ്പിക്കുകയാണ്. ഗുരുവിനോടും ഭാര്യയോടും യാത്ര പറഞ്ഞ് കൃഷ്ണൻ നായർ യാത്രയാകുന്നു. താൻ മറയുന്നതുവരെ ഗുരു നിർനിമേഷനായി, അതായത് കണ്ണടയ്ക്കാതെ നോക്കി നിൽക്കുന്ന രംഗം തൻ്റെ മനസ്സിൽ പച്ച പിടിച്ചു നിൽക്കുന്നുവെന്ന് കൃഷ്ണൻ നായർ ഓർക്കുകയാണിവിടെ. കഥകളി അഭ്യസിക്കുന്നതിൽ കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ അഭിനിവേശം, അതായത് അടക്കാനാവാത്ത ആഗ്രഹം വ്യക്തമാക്കുന്ന ഒരു ഭാഗമാണ് നാം ഇനി വായിക്കാൻ പോകുന്നത്. ഈ ഒരു വിദ്യ വശത്താക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കിനി കണ്ണേ വേണ്ട. അത് പറയുമ്പോൾ ആ യുവാവിന്റെ കണ്ണുകൾ അക്ഷരാർത്ഥത്തിൽ നിറഞ്ഞിരുന്നു. നടനരംഗത്തെ കുലപതിയായ ഗുരു ഗോപിനാഥിനടുക്കിൽ കണ്ണുസാധകം പഠിക്കാനെത്തിയതായിരുന്നു അയാൾ. കണ്ണുസാധകം എന്നാൽ കണ്ണുകൊണ്ടുള്ള പരിശീലനം. നിരന്തരമായ സാധകത്തിനൊടുവിൽ കണ്ണു രണ്ടും തുടുത്തു വീങ്ങി. വേദന അസഹ്യമായി, അസഹ്യം സഹിക്കാനാവാത്തത്. പരിശോധിച്ച ഡോക്ടർ ഈ സാധകം നിർത്തിയില്ലെങ്കിൽ ഒടുവിൽ കണ്ണുണ്ടാവില്ലെന്ന് പറഞ്ഞു. അപ്പോഴായിരുന്നു ആ പ്രതികരണം. കഥകളിയെ ജീവിതവും ജീവിതത്തെ കഥകളിയുമാക്കിയ അവിസ്മരണീയമായ, അതായത് മറക്കാനാവാത്ത ആത്മബലത്തിൻ്റെ ഇതിഹാസ കഥയാണ് അദ്ദേഹത്തിൻ്റെ ജീവിതം. ദാരിദ്ര്യവും കഷ്ടപ്പാടും മാത്രം കൈമുതലായുള്ള ഒരു കുടുംബത്തിൽ നിന്ന് കഥകളി എന്ന കലാരൂപത്തിന്റെ ഗിരിശൃംഗങ്ങൾ കീഴടക്കിയ, ഗിരിശൃംഗങ്ങൾ എന്നാൽ പർവ്വതങ്ങളുടെ ഉയർന്ന സ്ഥാനം, അതായത് കഥകളിയുടെ ഉന്നതിയിലെത്തിയ കൃഷ്ണൻ നായർ കേരളീയ കലാരംഗത്ത് പ്രകാശഗോപുരമായി നിലകൊള്ളുന്നു. കലാമണ്ഡലം കൃഷ്ണൻ നായരുടെ ജീവചരിത്രം പരിശോധിച്ചാൽ ഗുരുവിന്റെ ആശീർവാദം പോലെ, അതായത് മോരിലെ വെണ്ണ കണക്ക് നീ എന്നും കഥകളിയുടെ മുകളിൽ തന്നെ കിടക്കും എന്ന ആശീർവാദം യാഥാർത്ഥ്യമായി എന്ന് മനസ്സിലാക്കാം. കഥകളി വിദ്യ വശത്താക്കാൻ പറ്റുന്നില്ലെങ്കിൽ എനിക്കിനി കണ്ണേ വേണ്ട എന്ന് വിശ്വസിച്ച കലാകാരനാണ് കൃഷ്ണൻ നായർ. കഥകളിയെ ജീവിതവും ജീവിതത്തെ കഥകളിയുമാക്കിയ കലാകാരനാണ് അദ്ദേഹം. കഥകളിയിൽ പൂതനാവേഷം ഏറ്റവും ഭംഗിയായി അവതരിപ്പിച്ചിരുന്ന കൃഷ്ണൻ നായർ പൂതനകൃഷ്ണൻ എന്ന് അറിയപ്പെട്ടു. മോരിലെ വെണ്ണ കണക്ക് നീ എന്നും കഥകളിയുടെ മുകളിൽ തന്നെ കിടക്കും
എന്ന ഗുരുവിൻ്റെ ആശീർവാദം കൃഷ്ണൻ നായരെ സംബന്ധിച്ചിടത്തോളം അർത്ഥവത്തായി. ഇന്നും കഥകളി ലോകത്തെ അവിസ്മരണീയനെന്നാൽ മറക്കാനാവാത്ത ഒരു പ്രതിഭയാണ് കലാമണ്ഡലം കൃഷ്ണൻ നായർ. കലാമണ്ഡലം കൃഷ്ണൻ നായരെ കുറിച്ചുള്ള ഈ അനുഭവക്കുറിപ്പ് എല്ലാവർക്കും മനസ്സിലായല്ലോ. ഇതുപോലെയുള്ള അനശ്വര പ്രതിഭകളുടെ ജീവചരിത്രക്കുറിപ്പ് കണ്ടെത്തി വായിക്കുക. പുതിയൊരു പാഠവുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി.